ഖുർആനിലും ഹദീസും സ്ഥിരപ്പെട്ട മാത്രം സ്വീകരിക്കണം എന്നുള്ളൂ. പിന്നെ ജിന്നി എന്ന് പറയുമ്പോഴത്തേന് പേടിക്കേണ്ട കാര്യം എന്താ? ഖുർആനും ഹദീസും അനുസരിച്ച് നിസ്കാരവും ദിക്റും ദുആയും ഉള്ളവർക്ക് ഒരു പേടിയും പേടിക്കേണ്ടതില്ല. നമ്മളൊക്കെ ഈ വിഷയം ഒരുപാട് വായിച്ചു. നമ്മക്കങ്ങനെ ഒരു ബേജാറൊന്നുമില്ലല്ലോ. പെണ്ണുങ്ങളൊക്കെ പേടിക്കാണ്. എന്തിനാ പേടിക്കണത്? ശരീരം തുറന്നിട്ട് നടക്കുന്നവർക്ക് പേടിണ്ടാവും. നിസ്കരിക്കാത്തവർക്ക് പേടിണ്ടാവും. നോമ്പെടുക്കാത്തവർക്ക് പേടിണ്ടാകും. ദിക്റും ദുആയും ചെല്ലാത്തവർക്ക് പേടിണ്ടാകും. മ്യൂസിക് കേൾക്കുന്നവർക്ക് പേടിണ്ടാകും. ഓട്ടം കൊണ്ടു നടക്കുന്നവർക്ക് പേടിണ്ടാകും. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് കഴിയുന്നത്ര സൂക്ഷ്മതയിൽ ജീവിക്കുക. നല്ല സമ്പാദ്യങ്ങളാകാൻ ശ്രമിക്കുക. ഇതാണ് വേണ്ടത്. ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കരുത്. വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറേണ്ട ആൾക്ക്. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവനുകൾ എന്നിട്ട് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പേടിക്കുന്നത് ശരീരം തുറന്നിട്ട് നടക്കുന്നവർക്ക് പേടിണ്ടാവും. നിസ്കരിക്കാത്തവർക്ക് പേടിണ്ടാവും. നോമ്പെടുക്കാത്തവർക്ക് പേടിണ്ടാകും. ദിക്റും ദുആയും ചെല്ലാത്തവർക്ക് പേടിണ്ടാകും. മ്യൂസിക് കേൾക്കുന്നവർക്ക് പേടിണ്ടാകും. ഓട്ടം കൊണ്ടു നടക്കുന്നവർക്ക് പേടിണ്ടാകും. ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കരുത്. വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറേണ്ട ആൾക്ക്. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവനുകൾ എന്നിട്ട് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. എന്തിനാ പേടിക്കുന്നത്? ശരീരം തുറന്നിട്ട് നടക്കുന്നവർക്ക് പേടിണ്ടാവും. നിസ്കരിക്കാത്തവർക്ക് പേടിണ്ടാകും. നോമ്പെടുക്കാത്തവർക്ക് പേടിണ്ടാകും. ദിക്റും ദുആയും ചെല്ലാത്തവർക്ക് പേടിണ്ടാകും. മ്യൂസിക് കേൾക്കുന്നവർക്ക് പേടിണ്ടാകും. ഓട്ടം കൊണ്ടു നടക്കുന്നവർക്ക് പേടിണ്ടാകും. ഖുർആനിലും ഹദീസും സ്ഥിരപ്പെട്ട മാത്രം സ്വീകരിക്കണം എന്നുള്ളൂ. പിന്നെ ജിന്നി എന്ന് പറയുമ്പോഴത്തേന് പേടിക്കേണ്ട കാര്യം എന്താ? ഖുർആനും ഹദീസും അനുസരിച്ച് നിസ്കാരവും ദിക്റും ദുആയും ഉള്ളവർക്ക് ഒരു പേടിയും പേടിക്കേണ്ടതില്ല. നമ്മളൊക്കെ ഈ വിഷയം ഒരുപാട് വായിച്ചു. നമ്മക്കങ്ങനെ ഒരു ബേജാറൊന്നുമില്ലല്ലോ. പെണ്ണുങ്ങളൊക്കെ പേടിക്കാണ്. എന്തിനാ പേടിക്കണത്? ശരീരം തുറന്നിട്ട് നടക്കുന്നവർക്ക് പേടിണ്ടാവും. നിസ്കരിക്കാത്തവർക്ക് പേടിണ്ടാവും. നോമ്പെടുക്കാത്തവർക്ക് പേടിണ്ടാകും. ദിക്റും ദുആയും ചെല്ലാത്തവർക്ക് പേടിണ്ടാകും. മ്യൂസിക് കേൾക്കുന്നവർക്ക് പേടിണ്ടാകും. ഓട്ടം കൊണ്ടു നടക്കുന്നവർക്ക് പേടിണ്ടാകും. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് കഴിയുന്നത്ര സൂക്ഷ്മതയിൽ ജീവിക്കുക. നല്ല സമ്പാദ്യങ്ങളാകാൻ ശ്രമിക്കുക. ഇതാണ് വേണ്ടത്. പോയി നോക്കുറഹ്മാനടുത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാന് ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ള ഈ മാനസിക ചികിത്സിക്കുന്ന ആളാണ്. അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടുന്നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. അപ്പൊ വയറിന സുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന്നി കേഫിന്റെ CD എടുത്തിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ വന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന് ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി. ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക. അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് ഇവന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കരുത്. വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറേണ്ട ആൾക്ക്. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവനുകൾ എന്നിട്ട് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കൊള്ളാന്നൊക്കെ പറഞ്ഞു നോക്കി. ഒന്നും നിൽക്കുന്നില്ല. അതിലിവൻ ചാടിയും എണീറ്റ് പാടിന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുറന്ന മാതിരി എന്താടാ നീ കാണിച്ച്? അല്ല ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ ഇവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ? 100 എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്ന എന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് അകത്താം. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വാതിൽ വന്നപ്പോ അദ്ദേഹത്തെ കണ്ടു. നിങ്ങളിപ്പോ എന്താ അവിടെ റുഖ്യ നടത്തി വെച്ചു? ഞാൻ റുഖ്യ നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വെറുതെ ഇട്ടുകൊടുത്ത് നോക്കിയാണ്.
അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനിയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ട അങ്ങനെ അളവില്ലോ. അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ഒരു ചങ്ങായി ചെയ്യുന്നുണ്ട്. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്, നമ്മളെ ജമിയത്തിനും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനിയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ട അങ്ങനെ അളവില്ലോ. അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ഒരു ചങ്ങായി ചെയ്യുന്നുണ്ട്. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്, നമ്മളെ ജമിയത്തിനും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. മ്യൂസിക് കേൾക്കണവർക്ക് പേടിണ്ടാകും, ഓട്ടം കൊണ്ടിടക്കണവർക്ക് പേടിണ്ടാകും. മ്യൂസിക് കേൾക്കണവർക്ക് പേടിണ്ടാകും, ഓട്ടം കൊണ്ടിടക്കണവർക്ക് പേടിണ്ടാകും.